രാഷ്ട്രീയം രക്തത്തിലലിഞ്ഞവരുടെ നാടാണ് കണ്ണൂർ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര. തെയ്യവും മുത്തപ്പനും ഉൾപ്പെടെയുള്ള ദൈവസങ്കല്പങ്ങളുടെ നാട്, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായ മണ്ണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറന്നു വീണ ഇടം, കേരളത്തിന് 3 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ദേശം. ഈ വിധത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ണൂർ അടയാളപ്പെടുത്തുന്നത്. ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻവാക്ക് ഉറങ്ങാതിരിക്കുന്നു. കാൾമാർസിനെ കുറിച്ച് ONV കുറിപ്പ് എഴുതിയ വരികളാണിത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പയ്യാമ്പലത്താണ്. കേരളത്തിന്റെ ചരിത്രം നിർമ്മിച്ചവർ ഉറങ്ങുന്ന മണ്ണാണ് പയ്യാമ്പലം. തിരഞ്ഞെടുപ്പ് ചൂടോളം പൊള്ളലുണ്ട് പയ്യാമ്പലത്തെ ചൂടിനും. ഇവിടെ ഈ ഇലക്ഷൻ കാലൊക്കെ ആയല്ലോ. ഇലക്ഷൻ കാലത്ത് എന്തൊക്കെയാ ഇവിടുത്തെ സാധ്യതകൾ? ആരൊക്കെ ജയിക്കാൻ സാധ്യത? അറിയാൻ പറ്റൂല. നല്ല മത്സരമാണ്. നല്ല മത്സരമാണ്. നല്ല മത്സരമാണ്. ഈ പയ്യാമ്പലത്ത് എന്താ ആളുകൾ വളരെ കുറവ് മാത്രമേ കാണുന്നുള്ളൂ ഈ സമയത്ത്? എന്താ അങ്ങനെ? എന്ന് പറഞ്ഞാല് ഒന്നാമത് തന്നെ ചൂടും, പിന്നെ മലിനീകരണമാണ്, സ്ഥലമാണ്, ഒരു വൃത്തിയില്ല. പിന്നെ അടുത്തൊരു ഭരണം വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ അക്രമ രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം പേടിയാണ്. അഴീക്കോട് തെരുവിലെ നെയ്ത്ത് ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് 3000-ഓളം തൊഴിലാളികൾ നെയ്ത്ത് മേഖലയെ ആശ്രയിച്ച് ഇവിടെ മാത്രം കഴിഞ്ഞിരുന്നു. ഇന്ന് അത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ വ്യവസായം ഉണ്ടായിരുന്നത് നേരത്തെ? ഈ മേഖലയിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ഒരുപാട്. എല്ലാ വീടുകളും എല്ലാവരും ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. എല്ലാ വീട്ടിലും 2-3 തറിയ. പിന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളങ്ങനെ, അങ്ങനെ ഭാര്യയും ഭർത്താവ് അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ കുറേ ഉണ്ടായി. ചായമുറി, പണ്ട് ചായമുറിയെല്ലാം ഉള്ള നൂലെല്ലാം മുക്കി അങ്ങനെ ചായമുറിയെല്ലാം ഉള്ളതാ. ഇപ്പം എല്ലാം ഇതന്നെ പൈസ കുറഞ്ഞുകൊണ്ടുള്ള തന്നെ എല്ലാവരും മറ്റുള്ള ഇതിന് പണിപ്പോയി. ഇപ്പോൾ ഓരോരുത്തർ അങ്ങനെ തീരെ മറ്റുള്ള ഇതിന് പോകാൻ പറ്റാത്തവർ മാത്രം ഇതിന്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുക സജീവമായിട്ട്. അപ്പം നിങ്ങളുടെ ഈ തറിയ നിലനിർത്തണം, ഈ വ്യവസായത്തിൽ നിലനിർത്തണം ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ രാഷ്ട്രീയക്കാരോടൊക്കെ? രാഷ്ട്രീയക്കാരോട് പറയാനൊന്നുമില്ല. രാഷ്ട്രീയക്കാർക്ക് അറിയില്ല ഇത് കൈത്തറി ഗ്രാമമാണെന്ന് തന്നെ അവർക്കറിയാലോ. നമ്മളെല്ലാം ജനിക്കുന്നതിന് ഏറ്റവും മുന്നേ ഇവിടെ കൈത്തറിക്കാർ തന്നെയല്ലേ, എല്ലാം കൈത്തറി ഗ്രാമം തന്നെയല്ലേ. അപ്പം അതൊന്നും അവൻ്റെ എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ പ്രത്യേകിച്ചൊന്നാ പറയാനുള്ള. അപ്പോൾ ഇലക്ഷൻ കാലത്തെ കുറിച്ച് ചോദിക്കാം. ഒരു തെറികളെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെ ഈ മേഖലയിൽ? ഈ മേഖലയിൽ ഈ തെരുവിൻ്റെ ശോചനാവസ്ഥ കൈത്തറി തന്നെ പ്രധാന ഘടകം. എന്നുവെച്ചാൽ 2 കോടി ചില്ലറ ഉറുപ്പ്യ മുതലിട്ടിട്ട് ഈ മതിലെട്ടി കൊടുത്തതല്ലാണ്ട് സാധാരണ ഒരു 50 വയസ്സിന് താഴെയുള്ള ഒരു താഴെയുള്ളൊരു പണിക്കാർ ഈ ഹാൻഡ്ലൂമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ ഈ കാണുന്ന ഈ വീട്ടിൻ്റെ മുമ്പിൽ ഈ മതിലും ഇൻ്റർലോക്കും ചെയ്ത് കൊടുത്തല്ലാണ്ട് ഒരു 10 ആൾക്ക് പണി കൊടുത്ത ഒരു സംഭവമില്ല. ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഇത് ഈ ഗവൺമെൻറ് അല്ല, കഴിഞ്ഞ ഗവൺമെൻറ്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിനിധികൾ എല്ലാവരും വീടുകളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാണ്ട് അങ്ങനെ വരുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് തന്നെ 5 കൊല്ലമായി, ഏകദേശം 4 കൊല്ലം 5 കൊല്ലമാണ്, ഏകദേശം 4 കൊല്ലമോളായി ഇതിൻ്റെ വർക്ക് നടക്കുന്നു. ഇതുവരെ ഇത് പൂർത്തീകരിച്ചില്ല.
നെയ്ത്ത് പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ, അവസാനിക്കാറായി. അതിപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ ഓരോ സാഹചര്യമല്ലേ. സ്ഥാപനം ഏറ്റവും ഉയർന്ന നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം. പിന്നെ നമ്മൾ കൂലി വാങ്ങണ്ടെങ്കിൽ തന്നെ 5 ആഴ്ച 6 ആഴ്ച 7 ആഴ്ച കിട്ടിയാൽ അന്ന് കൂലി കിട്ടുന്നില്ല. അതൊരു കാലഘട്ടം. പിന്നാണെന്നെല്ലാം കൂടെ കുറച്ച് പുരോഗമിച്ച് പുരോഗതി പോയിട്ട് സ്ഥാപനം ഇല്ലാണ്ടായി. അഴീക്കോട് അഴീക്കൽ ഹാർബറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് കണ്ണൂർ ജില്ലയിലെ വികസിച്ചു വരുന്ന ഒരു തുറമുഖമാണ്. ഇവിടെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? മീനുണ്ടോ? മീൻ ലഭ്യത ഈ സീസണിൽ ഇപ്പോൾ മൊത്തത്തിൽ കുറവാണ്. എന്താ അതിൻ്റെ ഒരു കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓക്കി അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് കടലിൽ മത്സ്യം കുറവാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ഈടെ മത്സ്യത്തിൻ്റെ പ്രശ്നങ്ങളേ ഇല്ലു. മറ്റേ തെരഞ്ഞെടുപ്പുമായിട്ട് ഈടെ അങ്ങനെ ഒരു വിഷയമൊന്നും ഇല്ല. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നല്ലേ? വന്നിന്. ഇവിടെ ഇപ്പോൾ ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കപ്പൽ പൊളിയാണ്. ഇതിനെ പറ്റിയിട്ട് രാഷ്ട്രീയക്കാർക്ക് ഒരാൾക്കും ഒരഭിപ്രായമില്ല. അവർക്കിത് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന തെർമോക്കോളും ഇതെല്ലാം കത്തിക്കുമായിരുന്നു. അതാണ് ഒരു കാറില് കണ്ണ് പോച്ചല് ഇതെല്ലാം ഉണ്ടാവും. ഇത്ര സമയം നമ്മളവിടെ പോലീസ് ഹോട്ടലിലുണ്ട്, അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണിങ്ങനെ പോച്ചലെടുക്കണം. കണ്ണിനുള്ള ആൾക്കാർക്ക് പ്രശ്നം. പിന്നെ ഈ ലെൻസിന് ക്യാൻസർ, ഇവിടെ കുറേ 3-4 ആൾക്ക് അസുഖമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയും ഈ സംഭവം എന്ന് പറഞ്ഞാൽ. ഈ ഇവിടെ ഇത് കപ്പൽ പൊളിക്കുന്ന പറഞ്ഞ സംഭവം ഇവിടെ നടക്കാൻ പറ്റൂല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയും. പക്ഷേ ഇത് ആൾക്കാർക്ക് പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഇതിപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും ഒരുപോലെ, ഒരാളൊന്നുമില്ല. ഇലക്ഷൻ കാലത്തൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വരില്ലേ? അത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം സുധാകരൻ മാത്രം വന്നേരം പറഞ്ഞ് ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങളെ വർഷത്തുണ്ടാവും. പിന്നെ ഇടതുവശത്തിൻ്റെ ആരും വന്നിട്ടില്ല, ഞങ്ങളെ കൊണ്ട് വന്നിട്ടില്ല. ആരും അവർക്ക് വരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് എല്ലാ ലോക്കൽ നേതാക്കന്മാരാണ് ഇതിൻ്റെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. കപ്പൽ മാഫിയകൾ തന്നെ ഉണ്ട് ഇത്, അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സാധാരണക്കാരൻ എന്ത് ചെയ്യുക? നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ വിറ്റ് കഴിഞ്ഞാൽ ഫൈനാക്കുന്ന പഞ്ചായത്ത് ഇത് എന്തുകൊണ്ട് ഒത്താശ ചെയ്ത് കൊടുക്കും? ഒരു ലൈസൻസ് പോലും ഇതിലില്ല. അഴീക്കലിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ഈ കപ്പൽ പൊളിക്കെതിരെയുള്ള പ്രതിഷേധമാണ് അഴീക്കലിൽ നിന്നും ഉയരുന്നത്. ഇവിടെ നിന്നും ഒരു ബോട്ട് യാത്രയാണ്. അഴീക്കലിൽ നിന്നും നമ്മൾ യാത്ര ബോട്ടിലാണ് പോകുന്നത്. സിപിഎമ്മിന് ബിജെപിയെ നേരിടൽ വിഷയമല്ല, മറിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന സിപിഎമ്മിന്റെ ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേന്ദ്രത്തിൽ ബിജെപിയെ നേരിടാൻ എന്ത് ആയുധമാണ് നിങ്ങളുടെ കൈകളിലുള്ളത്? ബിജെപിയെ ഈ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനാണോ? അതെ അല്ലേ. എന്താ ഇവിടുത്തെ ഒരു സാധ്യത? പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ നമ്മളെ എതിർ സ്ഥാനാർത്ഥികൾ പാർട്ടി ഇവിടെ അറുകൊല രാഷ്ട്രീയമാണ്. അത് BJP ഇവിടെ സ്കോപ്പേ ഇല്ല. ഇവിടെ കേരളത്തിൽ LDF UDF ആണ്, BJPക്ക് സ്കോപ്പില്ല. പിന്നെ ഇന്നത്തെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ശ്രീമതി ടീച്ചറെ പ്രവർത്തനം അത്ര വികസനോന്മുഖമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ല. അതൊക്കെ എന്തൊക്കെ അവിടെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു? മറ്റ് വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയം, പിന്നെ ഇത് ഈ കൊലപാതക രാഷ്ട്രീയം. നമുക്ക് ചെറിയൊരു നിർഭാഗ്യം, ബോട്ട് പോയി. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഇനി 1:45 ബോട്ട് മാട്ടൂരിലേക്ക് പോകുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ അഴീക്കലിൻ്റെ പ്രത്യേകത എന്താ? അഴീക്കലിൻ്റെ പ്രത്യേകത എന്നാണ് ഇവിടെ ബോട്ട് ചട്ടി അഴീക്കലാണ്. വളപട്ടണം പുഴ അറബിക്കടലും ചേരുന്ന സ്ഥലമാണ്. ചേരുന്ന സ്ഥലമാണ് ഇത്. 2 പുഴയും കടലും കൂടി അടുത്ത് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇലക്ഷനൊക്കെ ആയല്ലോ. ഇലക്ഷൻ കാലത്ത് എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇലക്ഷൻ്റെ മിക്കവാറും ദേശീയ തലത്തിൽ മോഡി വരാൻ പാടില്ല എന്നുള്ളതാണ്. അഴിമതിയും മറ്റുള്ള എല്ലാം, മറ്റേ ഈ നോട്ട് നിരോധനം, GST ഇങ്ങനെയുള്ള ഇതും, പിന്നെ ഈ വർഗീയത എല്ലാം ചേർന്നിട്ട്. അതിനെന്താ ബദൽ വെക്കുന്നത്? എന്താ കോൺഗ്രസ് ആണോ അതോ ഇടതുപക്ഷമാണോ? ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്കോപ്പില്ലല്ലോ. ഇടതുപക്ഷം വേണം, പക്ഷെ എന്നാലും UDF വന്നാലന്ന് അതിൻ്റെ ഇത് ദേശീയ തലത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് മെയിനായിട്ട്. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ സ്ഥിതി മിക്കവാറും സുധാകരൻ വരാനാണ് സാധ്യത.
എന്തായാലും നമുക്ക് 3/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. തുറമുഖത്തേക്കാണ് നമ്മുടെ യാത്ര. അഴീക്കൽ തുറമുഖം ഇപ്പോൾ വികസിച്ച് വരുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ്. വലിയ ബോട്ടുകൾ അടുക്കുന്നുണ്ട്. അതുകൊണ്ട് തുറമുഖത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? രാഷ്ട്രീയ ചൂട് എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഒരു മന്ദഗതിയിലാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ചില സമയം ഒന്ന് ചൂടാവും. ഇപ്പൊ സമയമില്ലല്ലോ, ചൂടാവാൻ സമയമില്ലല്ലോ, ചൂടാവേണ്ട സമയം. അങ്ങനെയല്ല പറഞ്ഞത്. പൊതുവിൽ സാധാരണ ഇല്ല അത്ര ഒരു സ്ട്രോങ് കാണുന്നില്ല. കുറച്ചൊരു മന്ദഗതിയിലാണ് കാണുന്നത്. കുറച്ച് ഇനിയിപ്പോൾ ചില്ലറസം കൊണ്ട് സ്ട്രോങ് ആവും അങ്ങനെ വിചാരിക്കുന്നു. എന്തൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ? ഇവിടെ എന്ത് ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിട്ട് ആരും ഒന്നും ചർച്ച ചെയ്യുന്ന കാണുന്നില്ല. ഇപ്പം നാട്ടിലെ ഓരോരോ പ്രശ്നങ്ങളെ കുറിച്ചില്ലേ ചർച്ച തന്നെ. പിന്നെ കേന്ദ്രത്തിൽ ഇനിയും ഭരണം വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൻ്റെ മൊത്തത്തിലെ സ്ഥിതി പോക്കാന്ന് എന്നാണ് ഭൂരിപക്ഷമുള്ള അഭിപ്രായം. എൻ്റേത് മാത്രമല്ല, ഭൂരിപക്ഷമുള്ള അഭിപ്രായം അതാണ്. അല്ലേ? അതല്ലേ സംഭവം? ആയിക്കോട്ടെ. നല്ല മോരുവെള്ളം ഉഷാറായിട്ടുണ്ട്. കാശ് എത്ര കാശ്? 10 രൂപ. 10 രൂപ. അതില്ലേലും തിരക്കല്ല പ്രശ്നം. അല്ലല്ല, അത് പ്രശ്നം നമുക്കുണ്ടല്ലോ. പോട്ടെന്നാ. ഓക്കെ, സന്തോഷം സംസാരിച്ചില്ല. നമ്മൾ അഴീക്കൽ തുറമുഖത്താണ് എത്തിയിട്ടുള്ളത്. ഇത് കണ്ണൂരിന്റെ വികസന ചരിത്രത്തിൽ വലിയൊരു അധ്യായം രചിച്ച സംഭവമാണ് ഈ പോർട്ട്. ഇതൊരു പഴയ കപ്പലാണ്. ഇത് രാജീവ് രവിയുടെ തുറമുഖം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള സെറ്റാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കപ്പൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഈ കപ്പലിലൊന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. എന്തായാലും കപ്പലിലൊന്ന് കയറി നോക്കാം. പഴയതാണെങ്കിലും ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ്. ഇതൊരു വല്ലാത്ത ലോകാട്ടോ. വളപട്ടണം പുഴ കൃത്യമായി കാണാം. അതിങ്ങനെ ഇവിടെ അറബിക്കടലിൽ ഇങ്ങനെ ചേരുകയാണ്. അതാണ് അഴീക്കൽ എന്ന് ഈ പ്രദേശത്തിന് പേര് വരാനുള്ള കാരണം. നമ്മളെ അഴീക്കൽ തുറമുഖം ഇപ്പോൾ കസ്റ്റംസ് EDI സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പം ഇവിടെയുള്ള നിരവധി വ്യവസായികൾക്ക് നേരിട്ടിട്ട് അഴീക്കൽ നിന്ന് വിദേശങ്ങളിലേക്ക് ചരക്ക് ബുക്ക് ചെയ്ത് അയക്കാനും അഴീക്കൽ പോർട്ടിലേക്ക് മലേഷ്യയിൽ നിന്നും മറ്റ് നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള ചരക്കുകൾ നേരിട്ടിട്ട് കണ്ണൂരിലെ വ്യവസായികൾക്ക് നേരിട്ടിട്ട് അഴീക്കൽ തുറമുഖത്ത് ഇറക്കാനുമുള്ള ഒരു സാധ്യതയാണ് കസ്റ്റംസ് EDI സംവിധാനം അഴീക്കൽ പോർട്ടിൽ നിലവിൽ വന്നതോടുകൂടിയിട്ട് ഉണ്ടായിട്ടുള്ളത്. അഴീക്കലിൽ നിന്നും മടങ്ങുകയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ മറ്റു മേഖലയിലേക്കാണ് നമ്മുടെ തുടർയാത്ര. കണ്ണൂരിലെ പ്രധാനപ്പെട്ട പരമ്പരാഗത തൊഴിൽ മേഖലയാണ് ബീഡി നിർമ്മാണ മേഖല. ഈ ദിനേശ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു സംരംഭമാണ്. കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംരംഭമാണ് ദിനേശ്. ദിനേശിൻ്റെ പാപ്പനിശ്ശേരിയിലെ ഒരു ബീഡി നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെ എങ്ങനെയാ, എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ? 32 തൊഴിലാളികളുണ്ട്. ഒരു പുരുഷനും 31 സ്ത്രീകളും. ഞാനൊക്കെ ദിനേശ് ബീഡിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത്തരം സംരംഭങ്ങൾ രാവിലെ തന്നെ പത്രം വായിക്കുന്ന ആ പതിവൊക്കെ ഇപ്പോഴുണ്ടോ? രാവിലെ പത്രം അതെല്ലാം കുറവാണ്. അതില്ല അല്ലേ? ഇത്ര യൂണിറ്റുകൾ ഞാനെല്ലാം വായിക്കുമല്ല, അങ്ങനെ വായിച്ചു കൊടുത്തിട്ടില്ല. ഇതിൽ കുറവാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യുന്നുണ്ടോ? സംസ്ഥാന ഗവൺമെന്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ആര് വന്നാലും നമ്മളെ പണിയും നിലനിർത്തണം. അത്രയും ഇപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തൊഴിൽ, ഏത് തൊഴിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നോട്ട് നിരോധനം വന്ന് അതിനോട് കുറച്ച് ഇതായി. നിരോധനത്തിൽ കുറേ പോയി. നമ്മളെ ഈ ബീഡി മാത്രമല്ല, എല്ലാവർക്കും പൊതുവേ വന്നത് അങ്ങനെയാണ്. എന്തൊക്കെയാണ് ചർച്ചകൾ? എന്നാൽ ചർച്ച എന്നാൽ നമ്മൾ അതിന് പ്രവർത്തനത്തിന് പോക്കില്ല. പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയോട് കാരണം ഇങ്ങനെയുള്ള ഇതാണ്, അതുകൊണ്ട് പിന്നെ അത്ര വലിയ താല്പര്യം കൊടുക്കില്ല. അത് നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മനസാക്ഷി ഉണ്ടാവില്ല, അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കൈത്തറിയുടെയും ബീഡിയുടെയും കേന്ദ്രമാണല്ലോ ഈ കണ്ണൂർ. അതെ. അപ്പോൾ ഈ ഇവിടെ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ ചർച്ച ചെയ്യുന്ന? നമുക്കിപ്പം പിന്നെ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമല്ലേ നമുക്ക് സഹായം കിട്ടിയതധികം. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അതിന് മുമ്പ് അത്ര ഇതൊന്നും ഉണ്ടായില്ല. ഇടതുപക്ഷം ജയിക്കണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അത് നമുക്ക് നമ്മൾ കുറേ സമരങ്ങൾ ചെയ്തിട്ടും ആക്കിയിട്ട് നമുക്കൊരു കാര്യം, മറ്റേ ഇടതുപക്ഷക്കാർ വന്നതിന് ശേഷമേ നമുക്ക്
പുരോഗതി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അവരോട് പറഞ്ഞാൽ നമ്മളെ വിഷമം അവർക്കറിയാം ശരിക്കും. അക്രമരാഷ്ട്രീയം എന്നുള്ള തരത്തിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അക്രമരാഷ്ട്രീയം എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് വരുന്നത്. എന്താ അതിൽ ഒരു മറുപടി ഉണ്ടാകുന്നത്? നിലവിൽ അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ ടീച്ചറുടെ വികസനങ്ങൾക്ക് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവർ പോലും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങളൊന്നും പൊതുവിൽ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുകൊണ്ട് വെറുതെ ബോധപൂർവമായിട്ട് അവർ അക്രമരാഷ്ട്രീയം ചർച്ച ചെയ്യാണ്. നമ്മൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ് ഉള്ളത്. MV രാഘവൻ തുടങ്ങി വെച്ച സ്ഥാപനമാണിത്. ഇവിടെ 150-ൽ പരം ജീവികളെ സംരക്ഷിക്കുന്നുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മടപ്പുരയിലാണ് ഉള്ളത്. വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ്. മുത്തപ്പന് മുന്നിൽ ജാതിയും മതവും എല്ലാം അപ്രസക്തമാണ്. ശരിക്കും ഇവിടെ നിവേദ്യത്തിൽപ്പെടുന്നത് കള്ളും അതുപോലെ തന്നെ ചുട്ട മീനുമാണെന്നൊക്കെ കേട്ടു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണം? ശരിക്കും ഇതൊരു ബ്രാഹ്മണിക്കലിനെതിരായിട്ടുള്ളൊരു ശരിക്കൊരു സമരം തന്നെയാണോ ശരിക്കും മുത്തപ്പനുള്ള പ്രതീകം? അല്ല, മുത്തപ്പൻ സാധാരണക്കാരുടെ ദൈവമാണ്. അതേ മറ്റേ ബ്രാഹ്മണനോ കിട്ടുന്ന അങ്ങനത്തെ ആ ഒരു ഇതില്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ദൈവമാണ് ശ്രീ മുത്തപ്പൻ എന്ന് പറയുന്നത്. പറശ്ശിനിക്കടവിൽ നിന്നും മടങ്ങുകയാണ് അടുത്ത ഇടത്തേക്ക്. നമ്മളിങ്ങനെ മയ്യിൽ വഴി ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വായനശാലയുടെ മുമ്പിൽ കുറേ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവിടെ യോഗം കൂടുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് ഈ പ്രദേശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവരോട് സംസാരിക്കാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക് ഈ പ്രദേശം വന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വരികയാണ്. നമ്മൾ സഖാക്കളെല്ലാം ഇങ്ങനെ പ്രവർത്തന രംഗത്താണുള്ളത്. അപ്പോൾ LDFൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മയ്യിൽ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ്. വലിയ വോട്ട് ടീച്ചർക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. ഇവിടെ UDF ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാന സംഗതി എന്താ വെച്ചാൽ ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള തരത്തിലുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെന്തെങ്കിലും മറുപടി ഇടതുപക്ഷത്തിന് നൽകാനുണ്ടോ? യെസ്, ഉണ്ട്. ഞങ്ങളുടെ പാർട്ടിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൊലപാതകങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നവരാണ്. കൊലപാതകം നടക്കാൻ വേണ്ടി പാടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായാലും കൊലപാതകങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. മനുഷ്യജീവന് വലിയ വില കൽപ്പിക്കുകയാണ്. പക്ഷേ സാന്ദർഭികമായി ചില സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കൊലപാതകങ്ങൾ നടക്കാം. പക്ഷെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകങ്ങൾ ഒരു കാരണവശാലും നടക്കാൻ വേണ്ടി പാടില്ല. മനുഷ്യനെ കൊല ചെയ്യുക എന്നത് മനുഷ്യത്വരഹിതമായ നിലപാടാണ് എന്ന് കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, LDFൻ്റെ ആളുകൾ. പിണറായി എന്ന പേര് കേരളത്തിൽ അടയാളപ്പെടുത്തുന്നത് ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. 1939 ഡിസംബർ മാസം നടന്ന പാറപ്പുറം സമ്മേളനം. അന്നാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. P. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് സമ്മേളനം സംഘടിപ്പിച്ചത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അഞ്ചരക്കണ്ടി പുഴക്കും അതോടൊപ്പം തന്നെ അറബിക്കടലിനോടും ചേർന്ന് കിടക്കുന്ന ഉപദ്വീപാണ് ഈ മുഴുപ്പിലങ്ങാട് പ്രദേശം. ആ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ഇവിടെ എങ്ങനെയുണ്ട് സാധ്യത ഉണ്ട് പ്രാവശ്യം? അതെല്ലാം എന്താ ചോദിക്കാനല്ലേ, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ശ്രീമതി ടീച്ചർ ജയിക്കും. UDF പറയുന്നത് ഇവിടുത്തെ കൊലപാതക രാഷ്ട്രീയമാണ്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കൊലപാതക രാഷ്ട്രീയം UDF ഇപ്പല്ലേ പറയുന്നത്? ആരാ ഇത് കൊണ്ടുവന്ന്? രാഹുൽ ഗാന്ധി വന്നതിനൊരു ഗുണമൊക്കെ ഇവിടെ ഉണ്ടാവും കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ആർക്കെതിരെ ഇവിടെ മത്സരിക്കുന്നത്? BJPക്കെതിരെ അല്ലല്ലോ, LDFനല്ലേ. അതിനോട്
അത്ര യോജിക്കുന്നില്ല. അക്രമ രാഷ്ട്രീയവും വികസനവും ഒക്കെ തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. കെ സുധാകരനും പി കെ ശ്രീമതിയും സി കെ പത്മനാഭനും ഏറ്റുമുട്ടുമ്പോൾ ശക്തമായ മത്സരമാണ് കണ്ണൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. മുഴുപ്പിലങ്ങാട് നിന്നും യാത്ര തിരിക്കുകയാണ്. ഇന്ന് രാത്രി കണ്ണൂരിൽ ഒരു തെയ്യമുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. വരിക 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 ദൈവമേ ദീപം തെളിയണേ വാ വരിക 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 ദൈവമേ ദീപം തെളിയണേ വാ. കണ്ണൂരുകാരുടെ രക്തത്തിൽ അലിഞ്ഞ അനുഷ്ഠാന കലയാണ് തെയ്യം. സദാ വന്നിരിപ്പതില്ല നിരന്തരം വന്നിക്കൊണ്ടേ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് തെയ്യം എന്ന അനുഷ്ഠാനകല കെട്ടിയാടുന്നത്. തെയ്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്നതിന്റെ വാമൊഴി രൂപമാണ്. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള ചുവപ്പ് വർണ്ണത്തിലുള്ള ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുംകുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും തെയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. തെയ്യത്തിന്റെ പാട്ടിനെ തോറ്റമ്പാട്ട് എന്നാണ് വിളിക്കുക. ശരിക്കും കണ്ണൂരുകാരന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെയ്യം, കമ്മ്യൂണിസം അങ്ങനെയൊക്കെയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും കമ്മ്യൂണിസവും തെയ്യം തന്നെ. നമ്മളെല്ലാം ശരിയായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ തെയ്യത്തിന് ഞാനിപ്പോൾ പ്രവാസിയാണ്. അപ്പോൾ തെയ്യത്തിന്റെ സീസണിൽ സ്ഥിരം നാട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഏകദേശം ഈ തെയ്യം തന്നെ ഞാനൊരു 8ാമത്തെ, ഈ വയനാട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അടുക്ക് 8ാമത്തെയാണ് കാണുന്നത്. നമ്മള് ശരിക്കും ഒരു വൈരുദ്ധ്യം കൂടിയില്ല ഇതിനകത്ത്. കാരണം ഇടതുപക്ഷം ഇല്ല, അങ്ങനെ ഇടതുപക്ഷത്തിന് അങ്ങനെ നമ്മളിപ്പം സഖാവ് ജയരാജാട്ടെ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിച്ചു. ഇവിടെ ഇപ്പം ഭൂരിഭാഗം ഇടതുപക്ഷ അനുഭാവികളുടെ കാവുകൾ നമ്മളിപ്പം 2 ദിവസം മുന്നേ നമ്മളെ നാട്ടിലൊരു തെയ്യം കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ഇടതുപക്ഷക്കാർ ഉള്ള നാടാണ് ഈ മണിയലം വയനാട്ടുള്ള ക്ഷേത്രം. ബാക്കിയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഈ തെയ്യത്തിനും വിതരുന്നത്. കുറച്ച് BJP കാരനാവും ഇടതുപക്ഷക്കാരനെ കൂടുതൽ തെയ്യവും കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇവിടെ എന്താ ഒരു ഇലക്ഷൻ സ്ഥിതി എന്താ ഇപ്പോൾ? ഇലക്ഷന്റെ സ്ഥിതി പിന്നെ CK പത്മനാഭന് BJP-ക്കാർ കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നെങ്കിൽ ശ്രീമതി ടീച്ചർ പുഷ്പം പോലെ. നേരം പുലരുന്നു. കണ്ണൂരിലെ കാവുകളിൽ തെയ്യം തുടരുകയാണ്. പുറത്ത് തെരഞ്ഞെടുപ്പ് ചൂടും. നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക്.